ഈ ഭക്തി, അതുപോലെ തന്നെ വിശ്വാസം, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ ഇതൊക്കെ വർദ്ധിക്കുന്നത് എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് ഇത് ഇങ്ങനെ ഒരു മസ്തിഷ്കപരമായിട്ടുള്ള ഒരു ബയസ് ആളുകൾക്കുണ്ട്. അവരിലെ വളരെ ചെറിയ പ്രായത്തിലേക്ക് കുത്തിവെക്കുന്നു. അവർ അത് ചോദ്യോത്തരങ്ങളില്ലാതെ അനുസരിക്കുന്നു, ആവർത്തിക്കുന്നു, റിച്വലിസ്റ്റിക് ആവുന്നു. അതൊരു വൺ എക്സാമ്പിൾ. അതാണ് ശരിക്കും സംഭവിക്കുന്നത്. ബിക്കോസ് ഒരു പാരമ്പര്യ രോഗം പോലെ, ഒരു ലൈംഗിക രോഗം പോലെ അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നത് കൊണ്ടാണല്ലോ ഇതിങ്ങനെ പോകുന്നത്. അതിനോട് ഉപരിയായിട്ട് വെക്കേണ്ട ഒരു കാര്യം, ഈ ദൈവം അല്ലെങ്കിൽ ഏതെങ്കിലും ശക്തികൾ അല്ലെങ്കിൽ മതങ്ങൾ എന്നൊക്കെ പറയുന്ന കാര്യം, ബേസിക്കലി ഇത് അങ്ങനെ ഒരു ശക്തി സ്വന്തമായിട്ട് അങ്ങനെ ഒരു സംഗതി ഇല്ലല്ലോ. അങ്ങനെ ഒരു എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അത് ഡിഫിക്കൽട്ട് ടു പ്രൂവ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഗതി ഇല്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്? അപ്പൊ പിന്നെ എന്താണ് ഇതിനെ വർദ്ധിപ്പിക്കുന്നത്? എന്താണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്? എന്താണ് ഇതിനെ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം വളരെ കൃത്യമാണ്. അതായത് ഒരു സംഗതി ഉണ്ട് എങ്കിൽ ആ സംഗതിക്ക് അതിന്റെ പവർ വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ അതിന്റെ ശേഷി വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ അതിന്റെ കനം വർദ്ധിപ്പിക്കുക, വീതി വർദ്ധിപ്പിക്കുക, അല്ലെ വിസ്തൃതി വർദ്ധിപ്പിക്കുക, അങ്ങനെ ചെയ്യാൻ പറ്റും. ഉള്ള ഒരു കാര്യത്തിന് അങ്ങനെ ചെയ്യാൻ കഴിയും. പക്ഷെ ഇതൊരു ഉള്ള ഒരു കാര്യം അല്ല ഇവിടെ വർദ്ധിക്കുകയോ എക്സ്പാൻഡ് ചെയ്യുകയോ ചെയ്യുന്നതെന്ന് ചിന്തിക്കണം. ഇവിടെ ഇല്ലാത്ത ഒരു സംഗതിയെ എങ്ങനെയാണ് നിലവിൽ കൊണ്ടുവരിക? അത് പറഞ്ഞാണ്, പ്രചരിപ്പിച്ചാണ്, ചോദിച്ചാണ്, കഥ എഴുതിയാണ്, നരേറ്റീവ്, അതായത് പബ്ലിസിറ്റിയാണ്. ഗോഡ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു പബ്ലിസിറ്റി സാധനമാണ്, പബ്ലിസിറ്റി മെറ്റീരിയലാണ്. അപ്പൊ ഈ അത് ആളുകൾ പലപ്പോഴും അത് അംഗീകരിക്കാറില്ല. പക്ഷെ അതൊരു വലിയ വസ്തുതയാണ്. ദൈവവും അതിന്റെ അനുബന്ധിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പബ്ലിസിറ്റി മെറ്റീരിയൽസ് ആണ്. പ്രചരണപരമായി വികസിക്കുകയും വളരുകയും ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ നിങ്ങളൊരു ചോദ്യം ചോദിക്കും, ഈ പ്രചരണം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ പബ്ലിസിറ്റി കുറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് പറയുക, മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി കുറഞ്ഞാൽ, എഴുത്ത് കുറഞ്ഞാൽ, വാർത്ത കുറഞ്ഞാൽ, പൊലിപ്പിക്കൽ കുറഞ്ഞാൽ ഇത് കുറയുമോ എന്ന്? തീർച്ചയായും കുറയും. തീർച്ചയായും കുറയും. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ ശബരിമലയിലേക്ക് പണ്ട് ആളുകളൊക്കെ പോകാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. പക്ഷെ ഇവർ തന്നെ പറയുന്ന നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പുറകോട്ട് പോകണ്ട. ഇപ്പോൾ ആറ്റുകാൽ നമ്പർ പറയുമ്പോഴും ഒരു തൊട്ട് മുന്നേ ഉള്ള വർഷത്തേക്കാൾ കൂടിയൊരു നമ്പറാണ് അടുത്ത വർഷം പറയുന്നത്, വളരെ കൃത്യമായിട്ട്. അത് സത്യമാണോ അല്ലയോ എന്നുള്ളത് സെക്കൻഡറി ആണ്. പക്ഷെ എന്നിരുന്നാലും നമ്പർ ഇങ്ങനെ കൂടി എന്നുള്ളൊരു സംഗതിയിലാണ് ഇങ്ങനെ പോകുന്നത്. പിന്നെ മറ്റേത് തൊട്ട് മുന്നേ ഉള്ള വർഷത്തേക്കാൾ കൂടിയ വരുമാനമായിരിക്കും അടുത്ത വർഷം പറയുന്നത്. അതും ഇങ്ങനെ കൂടി 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 പോവുകയാണ്. അപ്പോൾ നമ്പർ ഓഫ് പീപ്പിൾ ആറ്റുകാലിലായാലും ശബരിമലയോ ഗുരുവായൂരോ അല്ല എവിടെയായാലും പോകുന്നത് കൂടി കൂടി വരുന്നു. അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം കൂടി കൂടി വരുന്നു. അതിനുവേണ്ടി മാറ്റിവെക്കുന്ന പത്ര സ്പേസ് കൂടുന്നു, TV സ്പേസ് കൂടുന്നു, എയർ ടൈം കൂടുന്നു, സപ്ലിമെന്റ്സ് കൂടുന്നു, എല്ലാം കൊണ്ടും കൂടി കൂടി വരികയാണ്. അപ്പൊ ഇതാരാണ് ഇത് നിലനിർത്തുന്നത്? ശബരിമല അയ്യപ്പന്റെ, അല്ലെങ്കിൽ ആറ്റുകാൽ അമ്മയുടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അമ്മയുടെ എന്തെങ്കിലും പവറോ പ്രഭാവമോ കൂടുന്നുണ്ടാണോ? അല്ല. നമ്മളിത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൂട്ടിക്കൊണ്ടുവരികയാണ്. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇത് വളരെ കൃത്രിമമായി, അല്ല കൃത്രിമം എന്താ മീൻസ് മനുഷ്യര്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് ഇത് വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ ആളുകൾ വർദ്ധിപ്പിക്കുമ്പോൾ എന്താണ് ചെയ്യുക? കഴിഞ്ഞ വർഷം 20 കോടിയാണ് ശബരിമലയിൽ കിട്ടിയത്, അല്ലെങ്കിൽ ഈ വർഷം 25 കോടി എന്ന് പറയുമ്പോൾ ആളുകൾ പെട്ടെന്ന് അവർക്ക് വരുന്ന ഇംപ്രഷൻ എന്താണ്? അയ്യപ്പന്റെ പ്രഭാവം വർദ്ധിച്ചു, അല്ലെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസം കൂടി, അല്ലെങ്കിൽ ദൈവം കാണിക്കുന്ന അത്ഭുതങ്ങൾ വർദ്ധിച്ചു. ഇത് അങ്ങനെയാണ് കറസ്പോണ്ട് ചെയ്യപ്പെടുന്നത്. അത് തന്നെ ഒരു പരസ്യമാണ്. ആളുകളുടെ എണ്ണം കൂടുന്നതും കൂടിയെന്ന് പറയുന്നതും അത് സംബന്ധിച്ചൊരു ചർച്ച നടക്കുന്നതും എല്ലാം പരസ്യമാണ്. അപ്പൊ കൃത്രിമമായിട്ട്, കൃത്രിമം എന്ന് പറഞ്ഞാൽ കൃത്രിമം എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്താൽ മതി കേട്ടോ. അതിനകത്ത് വേറൊരു കള്ളത്തരമുണ്ട്. പക്ഷെ അത് മനുഷ്യ സഹജമായിട്ട് കൂട്ടിക്കൊണ്ടുവരികയാണ്.